കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കുന്ന സ്ഥലം പേരൻസിൻ്റെ ശ്രദ്ധ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം കുഞ്ഞുങ്ങളെ പഠിക്കാനിരിക്കുന്നത്. പലപ്പോഴും ചില പേരൻസ് കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒരു ഒതുങ്ങിയ ഒരു മുറിയിലേക്ക് പോകും. പേരൻസ് വരുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഇതൊക്കെ മാറ്റും, അല്ലെങ്കിൽ അവർ വേറൊരു നിലയിലോ വല്ലതും ആയിരിക്കും ഇത് പഠിക്കുന്നത്. പേരൻസിൻ്റെ സാന്നിധ്യം വരുമ്പോഴത്തേക്കും ഇവരിത് മാറ്റും. അങ്ങനല്ല, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലം ഒരു പ്രായം വരെയെങ്കിലും ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലം ഒരു പേരൻ്റ് വീട്ടിൽ ഇരുന്ന് അടുക്കളയിൽ നിന്നോ അല്ലെങ്കിൽ ഹാളിൽ നിന്നോ നോക്കിയാൽ ഇതിനെ കാണുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഇരുത്തേണ്ടത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങൾക്ക് സംശയം വരുത്തണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു സമയം വരെ നമ്മൾ അതിനെ ശ്രദ്ധിച്ചേ പറ്റൂ. ഇപ്പോൾ കണ്ടോ, നോക്ക്, രണ്ട് സംഭവങ്ങൾ, ഒന്ന് കേരളത്തിലും ഒന്ന് തെലങ്കാനയിലും സംഭവിച്ചു. എന്തെങ്കിലും മെച്ചമുണ്ടായോ? ആ കുഞ്ഞുങ്ങളുടെ ഭാവി പോയില്ലേ? ഇനിയിപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് ഏത് രീതിയിൽ അതുങ്ങളെ രക്ഷപ്പെടാൻ പറ്റും? വീട്ടുകാർക്കുണ്ടായ മാനസിക പ്രശ്നങ്ങൾ നോക്കിയേ, അവർ രക്ഷപ്പെട്ടോ? വെറുതെ നമ്മൾക്ക് ഇതൊരു നഷ്ടം ഉണ്ടാക്കി വെക്കുകയല്ലേ. ഇത് ഒരിടത്ത് മാത്രമല്ല, പലയിടത്തും ഇത് സംഭവിക്കും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ നടക്കുന്ന സംഭവം തെലങ്കാനയിലെ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല, ഡൽഹിയിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണമെന്നില്ല. എല്ലായിടത്തും ഇവർ ഈ പിള്ളേരുടെ മനസ്സിൽ ഇങ്ങനത്തെ പല ചിന്തകൾ പോവും. എങ്ങനെ കാശുണ്ടാക്കാം, എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കാം എന്നൊരു ചിന്തയിലേക്ക് കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് വീണ്ടും അടിയുറച്ച് പറയുന്നു, ഈ കുഞ്ഞുങ്ങളുടെ മൊബൈലിൻ്റെ അമിതമായ ഉപയോഗമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ പേരൻസ് ശ്രദ്ധിക്കണം. ഈ കുഞ്ഞുങ്ങളിത് എന്താണ് കാണുന്നത്, കുഞ്ഞുങ്ങളുടെ രീതികൾ എന്തൊക്കെയാണ്, ഇവർ ആരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവരെന്താണ് സംസാരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കുഞ്ഞുങ്ങൾക്കും തോന്നണം ഉറപ്പായിട്ടും. ഇതിനകത്തൊക്കെ ഒന്നാമത് നമ്മളൊരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംഭവമാണ്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല. അവരുടെ ആ ഒരു എന്താ പറയുക, പൊട്ട ബുദ്ധിയിൽ ചില അഴികൾ തോന്നി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ഇപ്പോൾ പെട്ടിരിക്കുമല്ലേ. ഇവരാരോടെ കളിക്കുന്നതെന്ന് വിചാരിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിടെ പോലീസിലാണെന്ന് പറഞ്ഞാലും ഇവിടെ ആണെങ്കിലും എന്തോരം ടെക്നോളജീസ് ഉണ്ട്. അവരുടെ നിമിഷ നേരങ്ങൾ കൊണ്ട് അവരെ ശ്രദ്ധിച്ചോ, ഒരൊറ്റ നിമിഷം വേണ്ടി വന്നില്ല ഇവർ കാര്യങ്ങൾ കണ്ടുപിടിച്ചെടുക്കാനായിട്ട്. ഇവർ പ്ലാൻ ചെയ്ത് മാസങ്ങളോളം പ്ലാൻ ചെയ്ത സാധനം എല്ലാം പൊട്ടിപ്പാളിഷായി പോയില്ലേ. ആർക്കാ നഷ്ടം? പേരൻസിന് തന്നെ നഷ്ടമാണ്. പിന്നീടൊരു പ്രശ്നത്തിൽ പോയിട്ട് ഇരുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ന്യായമായ രീതിയിൽ ഫ്രീഡം കൊടുക്കണം. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളെ നിങ്ങൾ അഴിച്ചു വിടരുത്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് ഉറപ്പായിട്ടും പേരൻസ് ശ്രദ്ധിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വിപത്തുകൾ വീണ്ടും വർദ്ധിച്ചു വരത്തേ ഉള്ളൂ.